ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് നഴ്സിങ്ങിനാണ്. പക്ഷേ നഴ്സിംഗ് മാത്രമല്ല അവിടെ ഓപ്പർച്യൂണിറ്റി. ഹോട്ടൽ മാനേജ്മെൻറ്റും മെക്കട്രോണിക്സിലും ഏകദേശം 360ഓളം കോഴ്സുകൾ ഹൗസ് ബിൽഡിംഗ് സ്കീം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെച്ചമെന്നുള്ളത് ട്യൂഷൻ ഫീസ് ഇല്ല, ഒരു പൈസ പോലും നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട. രണ്ടാമത് നമ്മൾക്കൊരു സ്റ്റൈഫൻഡ് കിട്ടും. സ്റ്റൈഫൻഡ് വേരിയൻ്റ് ആണ്, ഓരോ കോഴ്സ് അനുസരിച്ചിട്ട് സ്റ്റൈഫൻഡിൽ വ്യത്യാസമുണ്ട്. നഴ്സിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 900 euros ആണ് പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് കിട്ടുക. അപ്പോൾ മറ്റ് സ്റ്റഡി അബ്രോഡുകളെ അപേക്ഷിച്ച് ജർമ്മനിയിലേക്ക് ഇത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇതാണ്. UK-ക്കോ കാനഡയിലോ ഒക്കെ പോയി പഠിക്കണമെങ്കിൽ വി ടോക്കിംഗ് അബൌട്ട് 50-60 lakhs. ഇവിടെ നിങ്ങൾക്ക് ഉള്ള കോസ്റ്റ് മജോറിറ്റി ഓഫ് ദ കേസസ് അവിടെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഇത് അറേഞ്ച് ചെയ്യുന്ന ഏജൻസിയുടെ ഒരു ചെറിയ ഫീസാണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരിക. അതിനുശേഷം നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മന്ത് 1 മുതൽ ഈ പറഞ്ഞ 900 euros, അത് നഴ്സിംഗ് ആണെങ്കിൽ, മെക്കട്രോണിക്സോ അതുപോലുള്ള എഞ്ചിനീയറിംഗോ മറ്റ് കോഴ്സുകളാണെങ്കിൽ അതിനൊക്കെ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ഓരോ യൂണിവേഴ്സിറ്റികൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ. അത് സത്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങളെ ഒരു എംപ്ലോയർ പഠിപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ. അതിനുശേഷം നിങ്ങളുടെ പഠന ചെലവ് ഈ എംപ്ലോയർ വഹിക്കും. കൂടാതെ നിങ്ങൾക്ക് ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റും ഈ എംപ്ലോയറെ അടുത്ത്. ആ എംപ്ലോയർ അതിൽ നിങ്ങൾക്കൊരു ശമ്പളം തരുന്നു. ഇതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഒബിയസ്ലി എംപ്ലോയർ ഇത് ഫ്രീ ആയിട്ട് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ദേ നീഡ് ദെയർ ROI. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 year 3 year കോൺട്രാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത്രയും കാലം ആ എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇതാണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാം. കമ്പാരിറ്റീവ്ലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നാട്ടിലൊരാൾ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ പോലും ഗവൺമെന്റ് സർവീസ് നമുക്ക് എൻട്രൻസ് എഴുതി കിട്ടിയതാണെങ്കിൽ പോലും ഒരു 2 to 3 lakhs എക്സ്പെൻസ് വരും. നമ്മളൊരു പ്രൈവറ്റിലാണ് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് 8 lakhs to 9 lakhs. ഈ കോഴ്സുകൾ ഒന്നുമില്ലാതെ നമ്മളെ ഇങ്ങ് നിന്ന് പഠിപ്പിക്കും. ഇങ്ങോട്ട് പണം തന്ന് നിങ്ങളെ പഠിപ്പിക്കുക. ഇതാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇനി ഇതിന് ശേഷം നിങ്ങൾ അവിടെ 2 വർഷം വർക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോരണോ? നിങ്ങൾക്ക് തിരിച്ചു പോരാം. ഇനി നിങ്ങൾക്ക് അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഓസ്ട്രിയയിലേക്കോ ലെക്സംബർഗിലേക്കോ ബെൽജിയത്തിലേക്കോ ഫ്രാൻസിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ നിങ്ങൾക്ക് മാറാം. കാരണം ജർമ്മനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ നിങ്ങൾക്ക് എവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി, യൂറോപ്പിൽ ഷെങ്കൻ കൺട്രിയിൽ എവിടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയാലും ആ സിറ്റിസൺഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഷെങ്കൻ ഏത് രാജ്യത്തും വർക്ക് ചെയ്യാം. അതായത് 24 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിലവിൽ യൂറോപ്പിൽ ഏറ്റവും പെട്ടെന്ന് PR കിട്ടുന്നത് ജർമ്മനിയിലാണ്. കാരണം നിങ്ങൾക്ക് C1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 years നിങ്ങൾക്ക് PR കിട്ടും, സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് രാജ്യങ്ങളിലേക്കും മാറാം. ഈ ജർമ്മനിയേക്കാളും മച്ച് ഹയർ ആണ്, അല്ലെങ്കിൽ ഫാർ ഹയർ ആണ് ഈ ലക്സംബർഗിലെയൊക്കെ സാലറി. സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് ജർമ്മൻ പഠിച്ചാൽ ജർമ്മനിയിൽ മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ എന്നാണ്. ജർമ്മനിയിൽ മാത്രമല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നത്. കാരണം ജർമ്മൻ സംസാരിക്കുന്ന സറൗണ്ടിങ് കൺട്രീസ് ഒത്തിരി ഉണ്ട്. ആസ് എൻ എക്സാമ്പിൾ ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, ഈ രാജ്യങ്ങളിലെല്ലാം ജർമ്മൻ ഔദ്യോഗിക ഭാഷയാണ്. ജർമ്മനിയിൽ 95% ആൾക്കാർ ജർമ്മൻ സംസാരിക്കുമ്പോൾ ബെൽജിയത്തിൽ 97% ആൾക്കാരും ജർമ്മൻ സംസാരിക്കും. അപ്പോൾ ഇവിടെ ജർമ്മനിയിലേക്ക് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ഓക്കെ ജർമ്മനിയിൽ ഇതിന് മാത്രം ആൾക്കാർക്ക് എന്താണ് വേക്കൻസി എന്ന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ആൾക്കാർ മുഴുവൻ ജർമ്മനിയിൽ നിൽക്കുമെന്ന്? ഇല്ല, ജർമ്മനിയിൽ നിന്ന് ഇവർ പോകും. കാരണം ഇവർക്ക് ജർമ്മനിയേക്കാളും കൂടുതൽ ശമ്പളം കിട്ടുന്ന ലക്സംബർഗും സ്വിറ്റ്സർലൻഡും അടുത്ത് കിടക്കുകയാണ്. അവർക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം ഇത് രണ്ടും ഷെങ്കൻ കൺട്രീസ് ആണ്. ദേ ക്യാൻ മൂവ് ഓൺ. വൺസ് ദേ ഗെറ്റ് ദ സിറ്റിസൺഷിപ്പ് ദേ ക്യാൻ മൂവ് ഓൺ ടു അതർ കൺട്രീസ്. അതുപോലെ തന്നെ ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത്ര നല്ല പരിപാടി വേറെയില്ല. കാരണം അവർക്ക് 24 രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള പ്രത്യേകതകളാണ് ഇത് ജർമ്മനിക്ക് ഇത്രയും ഒരു പോപ്പുലാരിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഏജൻസിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അവർക്ക് അവരുടെ ടൈപ്സ് നിങ്ങൾ ശ്രമിക്കണം. ഒത്തിരി ആൾക്കാരുടെ പണം പോകുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. സാധാരണ +2 കഴിഞ്ഞ കുട്ടികളാണ് ജർമ്മൻ പഠിച്ചിട്ട് ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് ജർമ്മനിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും പേരൻസിനുള്ള ഏറ്റവും വലിയ വറീസാണ് ഇവരുടെ ട്രാവലിംഗ്, അക്കോമഡേഷൻ. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രീ ഡിപ്പാർച്ചർ ഗൈഡൻസ്, വിസ അസിസ്റ്റൻസ്. ഞങ്ങൾക്ക് വിസ ചെയ്യാനായിട്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കമ്പനിയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീമും ഉണ്ട്. വിസയുടെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്യും. അതുപോലെ അവർക്കുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പേരൻസ് വറി ചെയ്യേണ്ട ആവശ്യമില്ല.